കുഴപ്പമില്ല. എനിക്ക് ക്ലാസ്സിൽ ഒരു ഫ്രണ്ടിനെ കിട്ടി. എന്നാന്നാ പേര്. അവൾ നന്നായി പാട്ട് പാടും, പക്ഷെ അവൾ കണ്ണാണില്ല. ആ ഞാൻ ശരി പോട്ടെ. ക്ലാസ്സിലേക്ക് മറ്റേ പുള്ളി കയറിയെടുത്തില്ല. ക്ലാസ്സിൽ കയറണം. ഇനി കയറണ്ട. ഇനി എന്താ പരിപാടി? പോണേ സിനിമയ്ക്ക് പോണോ? കണ്ടില്ല. ഇറങ്ങണോ? വെയിലൊക്കെ അല്ലേ. ഇപ്പൊ ഇറങ്ങണോ? കുറച്ച് കണ്ടിറങ്ങാൻ പോരെ. വണ്ടി ഉണ്ടോ? ഉണ്ട്. വണ്ടി ഗ്രൗണ്ടിലുണ്ട്. പോണോ? കഴിക്കാൻ പോകും. കഴിച്ചിട്ട് പോകുമ്പോൾ ഓപ്പറത്തിനല്ലേ പോകും. അമ്മ ഇവിടെ ഇറങ്ങപ്പാ. ഹലോ, ഇത് അഭിനവിന്റെ അമ്മയല്ലേ? ഇത് രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്ന. മകനൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. പെട്ടെന്നൊന്ന് വരാമോ? ആ, പെട്ടെന്ന് വരാം. ഒന്ന് ക്യാബിനിലേക്ക് വരും. അഭിനവിൻ്റെ അമ്മോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളിത് സമാധാനത്തോട് വേണം കേൾക്കാനായിട്ട്. നിങ്ങൾക്കറിയാലോ മകൻ്റെ കാര്യത്തെ കുറിച്ചിട്ട്. അവനിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മെഡിക്കലി പറയുകയാണെങ്കിൽ ഒരു ബ്രെയിൻ ഡെത്താണ്. ഇനി ഇങ്ങനെ ഇരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അത് അവനും വേദനയുമാണ്, കുടുംബത്തിനും വേദനയാണ്. എന്നാൽ നിങ്ങൾ മനസ്സ് വിചാരിക്കുകയാണെങ്കിൽ അത് ഒത്തിരി പേർക്ക് ജീവൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ടാണ് നിങ്ങളത് കാണേണ്ടതെന്നുള്ളതാണ്. അഭിനവനെ ഇനിയും കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അപ്പോൾ നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിൽ ഒരു 3 രോഗികൾ ഇങ്ങനെ അവയവം ലഭിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നവരുണ്ട്. സഞ്ജീവനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു കണ്ണാവശ്യമുള്ള, കിഡ്നി ആവശ്യമുള്ള, ഹാർട്ട് ആവശ്യമുള്ള 3 രോഗികളുണ്ട്. നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് അഭിനവിൻ്റെ അവയവം അവർക്ക് ദാനം ചെയ്യുന്നതിനെ കുറിച്ചൊരു ഓക്കെ, വളരെ നല്ലൊരു തീരുമാനമാണ്. ഡോക്ടർ, എൻ്റെ മകൻ്റെ കണ്ണ് ആർക്കാ കൊടുത്തത്? അഭിനവിൻ്റെ കണ്ണ് ഹന്ന എന്ന പെൺകുട്ടിക്കാണ് കൊടുത്തത്. എനിക്ക് ക്ലാസ്സിൽ ഒരു ഫ്രണ്ടിനെ കിട്ടി. എന്നാന്നാ പേര്. അവൾ നന്നായി പാട്ട് പാടും, പക്ഷെ അവൾ കണ്ണാണില്ല.